ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഷാസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഒരു ഔട്ടിങ്ങിന് പോകാമെന്നൊക്കെ കരുതി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്. ദാളത്തിരിക്കുകയാണ്. ദർശതി എൻ്റെ കൂടെ 10th വരെ പഠിച്ച ആളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് നമ്മുടെ സ്കൂൾ വരുന്നത്. അപ്പോൾ ഇവിടെ എത്തി നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്കൂൾ ഓപ്പണായി കിടക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് കയറിയതാണ്. സാധാരണ റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് എന്നല്ലാതെ ഉള്ളിലേക്ക് കയറാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ഇയേഴ്സിൽ മേലെയായി നമ്മളിവിടെ വരാത്തത്. ഓക്കെ, അപ്പോൾ വന്നപ്പോൾ നമ്മുടെ വൈസ് പ്രിൻസിപ്പാൾ വിജു മാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്കൊക്കെ കയറി ക്ലാസ് റൂമിലേക്കൊക്കെ നോക്കി. അപ്പം നമ്മളിരുന്ന ക്ലാസ് റൂമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഉണ്ടായിരുന്ന ടൈമിനെക്കാട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയ വേറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിക് പ്ലേസായ ക്യാൻറ്റീനിലേക്ക് എത്തി. അപ്പോൾ ക്യാൻറ്റീൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്യാപ്ചർ ചെയ്തു. അപ്പം ഓൾമോസ്റ്റ് ഇവിടുന്ന് ബൈ പറഞ്ഞു ഞങ്ങൾ ഇനി എത്തിയിരിക്കുന്നത് ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ്. ഓക്കെ, അപ്പം ക്രാഫ്റ്റ് വില്ലേജിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിനി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ബോട്ടിങ്ങിൻ്റെ സെക്ഷനിൽ പോകാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അശ്വതിക്ക് ബോട്ടിങ്ങിന് പോകണമെന്ന് അവിടെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോട്ടിങ് വൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ നേരിട്ട് എത്തിയിരിക്കുന്നത് ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പം നമ്മളിവിടെ കട്ട വെയിറ്റിംഗ് ചെയ്ത് ബോട്ടിങ്ങിന് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നു. അപ്പോൾ നോക്കിയപ്പോൾ കസ്റ്റമേഴ്സ് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി വിളിച്ച് ബോട്ടിങ്ങിന് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ വേറെ കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്. ഒന്നാമത് ഹോളിഡേ അല്ലായിരുന്നു നമ്മൾ പോയ ദിവസം, ഒരു വർക്കിംഗ് ഡേയ്സിലായിരുന്നു നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ സൺസെറ്റിനൊക്കെ ഏകദേശം ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബോട്ടിങ്ങിൽ കയറി കുറച്ച് നേരമൊക്കെ ബോട്ടിലിരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും അതേപോലെ തന്നെ ഞങ്ങൾ കുറേ സൊറപറകളൊക്കെ നടത്തി. അപ്പം ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ കയറി ചായയൊക്കെ കുടിച്ചു, ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഉള്ളിലെ ഓരോ കൗണ്ടറുണ്ട്. ഓരോ കൗണ്ടറിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് ക്യാപ്ചർ ചെയ്യുകയും ഇതാക്കുകയൊക്കെ ചെയ്ത് മരത്തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അടിപൊളി ചെർച്ചും അതേപോലെ തന്നെ ബേക്കൽ ഫോർട്ടിൻ്റെ അതൊരു സ്ട്രക്ചറിങ്ങും അതേപോലെ തന്നെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷൻ, അതാണല്ലോ നമ്മുടെ മെയിൻ ഹോബി. അപ്പോൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനും മറ്റു ഫോട്ടോഷൂട്ടിനും ഫ്രണ്ട്സുകളായിട്ട് ചില്ല് ചെയ്യാനും കസിൻസായിട്ടും ഗെറ്റ് ടുഗെദർ പാർട്ടീസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഈ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലുണ്ട്. ഇവിടെ നമുക്ക് ഇയർലി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ക്യാപ്ചറിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പതിവ് പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും take care, be safe. So thanks for watching from Shas World. Bye.